ഇമാം ഹനഫി തങ്ങളുടേത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഷാഫി തങ്ങളുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ മദീനയിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. മദീനയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയിരുന്നത്. ദീനിന്റെയൊക്കെ സത്ത മനസ്സിലാക്കാൻ അവിടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ മദീനയിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കുന്ന കാലത്ത് ഒറ്റപ്പെട്ട 1-2 ദിവസങ്ങൾ സിയാറത്തിന് വേണ്ടി പോയതല്ല, മദീന സന്ദർശിക്കാൻ വേണ്ടി പോയതല്ല. അവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് ബഹുമാനപ്പെട്ടവര്. ആ മദീനയിൽ താമസിക്കുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ആ മദീനയിൽ മൂത്രിക്കാറില്ല, കാഷ്ടിക്കാറില്ല. മൂത്രിക്കാനും കാഷ്ടിക്കാനും ഒക്കെ മദീനന്റെ പരിധിക്ക് പുറത്തു പോയിട്ടാണ് മൂത്രിക്കാറുണ്ടായിരുന്നത്, കാഷ്ടിക്കാറുണ്ടായിരുന്നത്. എന്തേ മദീനയിൽ മൂത്രിച്ചുകൂടെ കാഷ്ടിച്ചുകൂടെ? നിയമവിരുദ്ധമാണോ? നിയമങ്ങളൊന്നും വിരുദ്ധമല്ല. പക്ഷേ ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് അദബ് കാണിച്ചതാണ്, ഹുക്കുമല്ല അദബ് കാണിച്ചതാണ്. ആ അദബുള്ളത് കൊണ്ട് തന്നെ, തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് തന്നെ ആ മദീനയുടെ മണ്ണിൽ മൂത്രിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോ ആ മണ്ണിൽ മൂത്രിക്കാൻ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ ധൈര്യം കാണിച്ചില്ല. അവിടെ മലവിസർജനം നടത്താൻ ബഹുമാനപ്പെട്ടവർക്ക് ധൈര്യം വന്നില്ല. അവർ അതിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ആ മദീനയുടെ മണ്ണിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാൻ ബഹുമാനപ്പെട്ടവർ ധൈര്യം കാണിച്ചിരുന്നില്ല. ഇതുപോലെ ദീനിന്റെ സത്തയാകുന്ന ബഹുമാനവും ആദരവും ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ആ ജീവിതത്തിന്റെ ഉടമകളാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് തങ്ങളോട് അബൂ മൻസൂർ ചോദിക്കുന്നു, ചക്രവർത്തി ചോദിക്കുന്നു, മദീനയിലേക്ക് സിയാറത്തിന് വന്നതാണ്, ഞാൻ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്? ഞാൻ ദുആ ചെയ്യേണ്ടത് അങ്ങ് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ ദുആ ചെയ്യേണ്ടത്? അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ ഞാൻ നിൽക്കേണ്ടത്? ഈ ചോദ്യത്തിന് മദീനയിലെ ദർസ് നടത്തിയിരുന്ന മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം. എന്തിനാ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും മുഖം തിരിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിയായ നിലക്ക് കഅബയിലേക്ക് തിരിയുമ്പോ ആ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നിങ്ങൾ മുഖം തിരിക്കുമ്പോ ആ അല്ലാഹുവിലേക്ക് എത്താനുള്ള വസീലയല്ലേ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? നിങ്ങളുടെ വസീല മാത്രമല്ല, വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിന്റെ കൂടി വസീലയായിരുന്നില്ലേ? ആദം അലൈഹിസ്സലാം കൂടി ഈ റസൂലുള്ളാഹി തങ്ങളെ തവസ്സുലാക്കിയില്ലേ? ഇത് ഞാൻ പറയുന്നതല്ല, സമസ്ത പണ്ഡിതന്മാർ പറയുന്നതല്ല, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നതാ. ഇമാം മാലിക് തങ്ങളൊക്കെ ചോദിക്കുക, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് റസൂലുള്ളാഹി തങ്ങളിലേക്കുള്ള മുഖം നിങ്ങൾ തിരിച്ചു കളയുന്നത്? എന്തിനാ? റസൂലുള്ളാഹി തങ്ങൾ മുഖേന അല്ലാഹുവിലേക്ക് അടുക്കാം. ഇതാ മാലിക് ഇമാം പറയുന്നത്. വഹാബികളുടെ ഭാഷയിൽ ആ മാലിക് ഇമാം ഇങ്ങനെ പറയുക വഴി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ നോക്കാം. ഇമാം ഷാഫി തങ്ങളുടെ പ്രസിദ്ധമായ 2 വരിയാലുൻ നബിയ്യിരരിയാതി വഹു ഇലൈഹി വസീലതി അർജു ബിൽമുതാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി ആലുൻ നബിയ്യിരരിയാതി. നബി കുടുംബം അതിന്റെ വസീലയാണ്, എന്റെ മാർഗമാണ്. വഹു ഇലൈഹി വസീലതി നാളെ പരലോകത്ത് എല്ലാവർക്കും അവരുടെ പ്രവർത്തനങ്ങളുടെ രേഖ നൽകപ്പെടുമ്പോ എല്ലാവരും വിഷമത്തിലും ബേജാറിലും നിൽക്കുന്ന ഒരു ഘട്ടമല്ലേ? സജ്ജനങ്ങളായ ആളുകൾക്ക് അവർ ദുനിയാവിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെയൊക്കെ രേഖ കിതാബ് അവർക്ക് വലത് കയ്യിൽ നൽകുമ്പോൾ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചവരും ദുഷിച്ചവരുമായ ആളുകൾ, നരകാവകാശികൾക്കുള്ള അവരുടെ രേഖ അവരുടെ ഇടത് കയ്യിൽ നൽകുന്നു. വലത് കയ്യിൽ ഗ്രന്ഥം നൽകിയോ രേഖ നൽകിയോ അവർ രക്ഷപ്പെട്ടു. ഇടത് കയ്യിലാണോ നൽകപ്പെടുന്നത്? അവരുടെ കാര്യം ബേജാറ് തന്നെയല്ലേ? ആ അവർ ബേജാറ് പിടിക്കുന്ന സമയത്ത് എന്റെ കിതാബ് എന്റെ വലത് കയ്യിൽ കിട്ടണം, അതിന് ഞാൻ തവസ്സുലാക്കുന്നത്. അർജൂബിഹിം ബിയദിൽ യമീനി സ്വഹീഫതി. നബി കുടുംബത്തിനെ തവസ്സുലാക്കി
തന്റെ കിതാബ് വലതു കയ്യിൽ കിട്ടുന്നതിന് ആ പ്രതീക്ഷ പറയുന്ന മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുശ്രിക്കായി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുമ്പോ ഇതിന്റെയൊക്കെ പ്രചാരകരായ മഹാന്മാരായ പണ്ഡിതന്മാര് അവരൊക്കെ ഇത് അംഗീകരിക്കുക വഴി മുശ്രിക്കായി എന്നാണോ പറയുന്നത്? ഇമാം ഷാഫി തങ്ങളുടെ മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറയാ, ഇമാം ഷാഫി തങ്ങളുടെ മുമ്പ് ജീവിച്ച മഹാനായ ഇമാമാണ് ഇമാം ഹനീഫ തങ്ങൾ. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അബു ഹനീഫ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലും, അവിടെ സിയാറത്തിന് ചെല്ലും. അവിടെ ഞാൻ സ്ഥിരം സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. ഫിക്കുല്ലിയോന്നാണ്, ഞാൻ സ്ഥിരം സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. എന്റെ ആവശ്യങ്ങൾ നിറവേറാൻ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. അല്ലാഹുവിന്റെ 2 റക്അത്ത് നിസ്കരിച്ച് മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ഖബറിലേക്ക് വന്നുകൊണ്ട് ഞാൻ എന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കും, ദുആ ചെയ്യും. അപ്പോഴെല്ലാം എനിക്ക് ഉത്തരം ലഭിക്കാറുണ്ടായിരുന്നു. എന്റെ ആവശ്യങ്ങളൊന്നും നിറവേറാതെ പോയിട്ടില്ല എന്ന് ഇമാമുൽ ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോ, ഈ തവസ്സുൽ ചെയ്യുക വഴി, ഖബറുകൾ ചെന്ന് ജീവിതം പ്രാർത്ഥന നടത്തുന്ന വഴി അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇനി ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, അവർക്ക് ശേഷം വന്ന മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. അവരും ഈ തവസ്സുലും ഇസ്തിഗാസയും തബറുക്കും ഒക്കെ അംഗീകരിച്ചവരല്ലേ? അവരൊക്കെ ഈ അഭൗതികമായ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരും അതിന് അംഗീകാരം നൽകിയവരുമായിരുന്നില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എത്രയോ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ്, എത്രയോ സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ്. ഹറാമായ ഭക്ഷണങ്ങൾ കഴിക്കില്ല എന്ന് മാത്രമല്ല, ഹറാമിന്റെ നേരിയ അകന്ന സാധ്യതകൾ ഉള്ളതിൽ നിന്ന് പോലും വളരെയേറെ വിട്ടുനിൽക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ സൂക്ഷ്മതയുടെ ചരിത്രം അത്ഭുതകരമായി നിലകൊള്ളുകയാണ് ഇന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ഞാൻ സമയം കുടുസായത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിന്റെ ഫലമായി തന്നെ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും, പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന മഹാനായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ഈ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടു. ഖൽഖുൽ ഖുർആൻ വിവാദം എന്ന് പറയാറില്ല, ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ എന്ന വിഷയത്തിലുള്ള തർക്കം. ഖുർആൻ അല്ലാഹുവിന്റെ സിഫത്താണ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം അവന്റെ സിഫത്താണ്. അതുകൊണ്ട് അവന്റെ സിഫത്താകുന്ന ഖുർആനെ കുറിച്ച് മഖ്ലൂഖ് എന്ന് പറയാൻ പാടില്ല. ഇതായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിരുന്നത്. അത് മഖ്ലൂഖാണ് എന്ന് മുഅ്തസിലി പക്ഷം, അന്നത്തെ വിദഅത്തുകാരാകുന്ന മുഅ്തസിലി പക്ഷം വാദിക്കുകയും അവർ സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി മുഅ്തസിലി പണ്ഡിതന്മാരെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജയിലിലടക്കുകയും ജയിലിൽ ഒരുപാട് കാലം ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത, ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പരീക്ഷണങ്ങൾ, നേരിട്ട പരീക്ഷണങ്ങളും ത്യാഗങ്ങളും വളരെ വലുതായിരുന്നു. ആ ത്യാഗങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നേരിടാൻ കഴിഞ്ഞതെന്തുകൊണ്ടാ? ആ പരീക്ഷണങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് വിജയിക്കാൻ കഴിഞ്ഞതെന്തുകൊണ്ടാ? അതിന്റെ പിന്നിൽ ഒരു സ്വപ്നത്തിന്റെ കഥയുണ്ട്, ഒരു കത്തിന്റെ കഥയുണ്ട്. അത് ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം ഷാഫി തങ്ങൾ സ്വപ്നം കാണുന്നു. ഇമാം ഷാഫി തങ്ങളുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശിക്കുന്നു, ഇതാ അഹ്മദ് ബിൻ ഹംബൽ വലിയ പരീക്ഷണങ്ങൾ നേരിടാൻ പോകുന്നു. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാൻ ബഹുമാനപ്പെട്ടവരെ നിർബന്ധിപ്പിക്കും. അപ്പോൾ അതിന് വഴങ്ങരുത് എന്നുള്ള വിവരം കൊടുക്കണം, വേഗം അങ്ങോട്ട് കത്തെഴുതണം എന്ന് പറഞ്ഞു ഇമാം ഷാഫി തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഷാഫി തങ്ങളുടെ മറ്റൊരു ശിഷ്യനായ ഇമാം റബീഅ തങ്ങൾ, ഇമാം റബീഅ തങ്ങൾ അടുക്കൽ ഇമാം ഷാഫി തങ്ങൾ ഒരു എഴുത്ത് എഴുതിയിട്ട് കൊടുത്തു, ഇത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. യാത്രകൾ ചെയ്തു. ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുക്കലേക്ക് എത്തി. ഇത് ഇമാം ഷാഫി തങ്ങൾ തന്ന എഴുത്താണ്. റബീഅ തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ആ എഴുത്ത് കൊടുത്തു. അഹ്മദ് തങ്ങൾ ഹംബലി ഇമാം ചോദിച്ചു, നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? എന്താണ് അതിലുള്ളത്? ഞാൻ വായിച്ചിട്ടില്ല. ശരി, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വാങ്ങി തുറന്നു നോക്കി വായിക്കുമ്പോഴേക്ക് ബഹുമാനപ്പെട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. എന്താണ് കരയുന്നത്? എന്താണ് പ്രശ്നം? എന്താണ് വിവരം എന്ന് റബീഅ തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ വിവരങ്ങൾ വിശദീകരിച്ചു കൊടുത്തു.
വലിയ പരീക്ഷണങ്ങൾ ഞാൻ നേരിടാനിരിക്കുന്നു എന്നുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചതിലുള്ള സന്തോഷമാണ്. പരീക്ഷണങ്ങൾ നേരിടുന്ന പ്രയാസമാണെങ്കിലും ശരി, ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചല്ലോ, അതിലുള്ള സന്തോഷം കൊണ്ട് ബഹുമാനപ്പെട്ടവര് കരഞ്ഞുപോയതാണ്. അപ്പോൾ റബീഅ തങ്ങൾ പറഞ്ഞു, ഈ സന്തോഷ വാർത്ത നിങ്ങൾക്ക് എത്തിച്ചു തന്നത് ഞാനല്ലേ, ആ ബിശാറത്ത് നൽകിയതിന് എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണം എന്ന്. കത്ത് തന്നത് ഞാനാണല്ലോ, എന്തെങ്കിലും സമ്മാനം, എന്തെങ്കിലും ഒരു കോള് തരണം എന്ന്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ധരിച്ച കുപ്പായം ശരീരത്തോട് ചേർന്ന് തട്ടി നിൽക്കുന്ന കുപ്പായം ഊരിയിട്ട് കൊടുത്തു. ഇതെന്തിനാ? ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ ആദരപൂർവ്വം അതിനെ സ്വീകരിച്ചു വാങ്ങി. ഇതെന്തിനാ? കേവലം ഒരു കുപ്പായം നൽകിയതോ ഒരു കുപ്പായം വാങ്ങിയതോ അല്ല. ഇത് വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ധരിച്ച കുപ്പായമാണ്, തബറുക്കിന് വേണ്ടി. ബഹുമാനപ്പെട്ട റബീഅ തങ്ങൾ വളരെ വലിയ കോളായി ഇത് നാട്ടിലേക്ക് തിരിച്ചു. ഇമാം ഷാഫി തങ്ങളുടെ അടുക്കലെത്തി. ഉസ്താദ് ഇമാം ഷാഫി തങ്ങളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇമാം ഷാഫി തങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ ഈ കുപ്പായം വാങ്ങിയ കഥയും പറഞ്ഞു. ഇമാം ഷാഫി തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ ഇമാം റബീഅ തങ്ങളോട് പറയുന്നത്, ഇനി ആ കുപ്പായം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. സംഗതിയിൽ ഇമാം ഷാഫി തങ്ങൾക്ക് ഈ കുപ്പായം കിട്ടിയ തിരക്കിടില്ല എന്നുണ്ട്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഈ കുപ്പായം ചോദിച്ച്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അതൊരു വെള്ളത്തിൽ മുക്കി പീഞ്ഞ് ആ വെള്ളം എനിക്കൊന്ന് കുടിക്കാൻ തരണം. ഉസ്താദായ ഇമാം ഷാഫി തങ്ങൾ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ധരിച്ച കുപ്പായം തബറുക്കിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് റബീഅ തങ്ങൾ പിഴിഞ്ഞു കൊടുക്കുന്നു. ഇമാം ഷാഫി തങ്ങൾ അത് കുടിക്കുന്നു. നോക്കൂ, ഇതുകൊണ്ടൊക്കെ അവരൊക്കെ മുശ്രിക്കുകളായി എങ്കിൽ ഷാഫി ഇമാം ഇസ്ലാമിൽ നിന്ന് പുറത്ത്, ഹംബലി ഇമാം ഇസ്ലാമിൽ നിന്ന് പുറത്ത്, റബീഅ തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത്. ഇനി ഈ അവസാനം വരെ ജീവിച്ച ഒരുപാട് മഹാന്മാര് മുഴുവനും ഇതുപോലെ തവസ്സുലുകൾ ചെയ്തവരായിരുന്നു, ഇസ്തിഗാസകൾ ചെയ്തവരായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ജീവിച്ച മഹാനായ ഒരൊറ്റ പണ്ഡിതന്റെ ഏതാനും വരികൾ കൂടി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കാം. മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഇമാമുകളുടെ ചരിത്രം തൊട്ട് ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ച മമ്പുറന്തങ്ങൾ ഉമർ ഖാദി തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളൊക്കെ ഇത് അംഗീകരിച്ചവരായിരുന്നില്ലേ? ഇമാം ഈ ബഹുമാനപ്പെട്ട അല്ലാമ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദീനയിലേക്ക് സിയാറത്തിന് ചെന്നതും അവിടെ വെച്ചുകൊണ്ട് സ്വല്ലല്ലാഹു എന്ന് തുടങ്ങിയ ആ പാടിയ വരികളും ഖസീദയും പ്രസിദ്ധമാണ്. ഇത് അവിടെ ഇമാം ബഹുമാനപ്പെട്ടവർ പാടിയതൊക്കെ ജമാഅത്തുകാരുടെ IPHയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വരെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വന്നുകൊണ്ട് ആ റൗളയുടെ കവാടം തുറന്നു തരാൻ ആവശ്യപ്പെടുകയും ആ റൗളയുടെ കവാടം തുറന്നു കിട്ടാതെ വിഷമിക്കുന്ന റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വികാരത്തിന്റെ മനസ്സോടുകൂടി ഇമാം ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ പാട സ്വല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ഖുലുഖിൻ ബിനസ്ലില്ലാഹി കാന അളീമാ എന്ന് തുടങ്ങിയ ദീർഘമായ ഖസീദയില് ലം യക്റമൽ ഖുറമാലാ താബികും ഉമറുൽ ഫഖീറുൽ മുർതദീൻ ജനാബികും യർജുൽ ലതാനൽ ബുകാഇ ബിബാബികും വദ്ദമു ഫീ ഖദ്ദൈഹി സാല സജീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ യാ അക്രമൽ ഖുറമാ, ഉന്നതരിൽ വെച്ച് ഏറ്റവും ഉന്നതരായ അല്ലാഹുവിന്റെ റസൂലേ, അല്ലെങ്കിൽ ഔദാര്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യം കാണിക്കുന്ന അല്ലാഹുവിന്റെ റസൂലേ, അലാ താബിക്കും, നിങ്ങളുടെ ഉമ്മരപ്പടിയിലാണ് ഈ ഫഖീറായ ഉമർ വന്ന് നിൽക്കുന്നത്. തങ്ങളുടെ ഉമ്മരപ്പടിയിലായി ഈ ഫഖീറായ ഉമർ വന്നിരിക്കുന്നത്. അങ്ങയുടെ കവാടങ്ങളിൽ വല്ല ധർമ്മം തേടി വന്ന ഫക്കീറാണ്. ഈ ഫക്കീറിന് വല്ല ധർമ്മം നൽകണേ. ഇരുക്കവളിലൂടെ കണ്ണുനീരൊലിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലേ ഈ പറയുന്നത് എന്ന് പാടുന്നത് ഉമറുൽ ഖാദി തങ്ങളാ. കേരളം കണ്ട മഹാനായ പണ്ഡിതനാ, അറബികളും അജമികളും സമ്മതിച്ചു പോയ പണ്ഡിതനാ.
ആ മഹാനായ പണ്ഡിതൻ കേരള മുസ്ലിങ്ങളുടെ അഭിമാനമല്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളൊക്കെ പറയുമ്പോഴത്തെ സുന്നികൾ അല്ലാത്തവർ വരെ ആവേശപൂർവ്വം ഉമർ ഖാദിയെ കുറിച്ച് പറയാറില്ലേ? ഗാന്ധിജിയുടെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ കാലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരന് ഞാൻ നികുതി കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഉമർ ഖാദിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ വളരെ ജോറായി നിങ്ങൾ പറയാറില്ലേ, പ്രസംഗിക്കാറില്ലേ? ഇതാ ഞങ്ങൾ മുസ്ലിങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഉമർ ഖാദിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിമാനം കൊള്ളുന്നുവെങ്കിൽ ആ ഉമർ ഖാദി തവസ്സുൽ നടത്തിയവരല്ലേ, ഇസ്തിഗാസ നടത്തിയവരല്ലേ? നിങ്ങളുടെ ഭാഷയിൽ മുശ്രിക്കല്ലേ? പിന്നെന്താ മുസ്ലിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ, ഉമർ ഖാദിന്റെ പേര് പറഞ്ഞ അഭിമാനം കൊള്ളാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? ഉമർ ഖാദി തുടരുകയാണ്, ലാമിൻ കരീമിൻ മിസ്ലുകും ലിൽ മുർതജി ഫീമൻ മളാ ഖബ്ല വലാ ഫീമൻ യജി وعن اللهيب فقربة لي فرجي حيران من ذنبي أصبت كظيما صلوا عليه وسلموا تسليما. അങ്ങേ പോലെ ഔദാര്യവാൻ ഇല്ലവ അല്ലാഹുവിന്റെ റസൂലേ. ഫീമൻ മളാ ഖബ്ല വലാ ഫീമൻ യജി, അങ്ങേ പോലെ ഔദാര്യം കാണിക്കുന്ന ഒരാൾ കഴിഞ്ഞു പോയിട്ടില്ല, ഇനി ഒട്ട് വരാനുമില്ല. ഞാനാകെ വിഷമത്തിലാണ്, ബേജാറിലാണ്, വിഭ്രാന്തിയിലാണ്. എന്റെ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എന്റെ അവസ്ഥ വശത്തിൽ ഞാൻ ആകെ മണന്നു നിൽക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലേ. അതുകൊണ്ട് എനിക്ക് ഫർജി, എനിക്കൊരു തുറവുണ്ടാക്കി തരണേ. പറയുന്നത് ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. പറയുന്നതാര്? ഉമർ ഖാദി. ഉമർ ഖാദി മുശ്രിക്കായോ? ഇങ്ങനെ എത്ര ഉമർ ഖാദി തങ്ങൾ ഇസ്തിഗാസ നടത്തി, തവസ്സുൽ നടത്തി. യർജൂ ഗരീഖൻ ബിദ്ദുനൂബി ഹിബ്ബുകും അൻതുംഗിദൂഹു അൻഹുറാഹിൻ റബ്ബുകും. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ നടത്തുന്ന ഇസ്തിഗാസകളുടെയും തവസ്സുലുകളുടെയും പരമ്പരയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രസിദ്ധമായ കവിതയിലുള്ളത്. ഇതുപോലെ മഹാന്മാരായ ആളുകളൊക്കെ തവസ്സുലുകളും ഇസ്തിഗാസകളും നടത്തി. ഇതുകൊണ്ടൊക്കെ അവർക്ക് മുശ്രിക്കായി എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എത്രമാത്രം വലിയ അപകടകരമാണ് ഇത് മുസ്ലിം ലോകത്ത്. പിന്നെ മുസ്ലിങ്ങളില്ലാത്ത ഒരു അവസ്ഥയല്ലേ? ഈ അവസാന നാളെടുക്കുമ്പോൾ വന്ന നിങ്ങൾ മാത്രം തൗഹീദിന്റെ ആളുകൾ, കഴിഞ്ഞുപോയ ഉമ്മത്ത് മുഴുവനും നരകാവകാശികള്, കഴിഞ്ഞുപോയ ഉമ്മത്ത് മുഴുവനും നരകാവകാശികള്. ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവാൻ പിന്നെ ഇനി ആരാ ഉണ്ടാവുക? ഈ മുസ്ലിങ്ങൾ, കഴിഞ്ഞുപോയ മുസ്ലിങ്ങൾ മുഴുവനും തവസ്സുൽ ചെയ്തവർ, ഇസ്തിഗാസ ചെയ്തവർ, അവരൊക്കെ ശിർക്കിന്റെ അധികാരി, അവരൊക്കെ നരകാവകാശികൾ. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഏതാനും വ്യക്തികൾ നിങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക്, വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗം, എന്നൊക്കെ പറഞ്ഞ അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ 4 വഹാബികൾ മാത്രം പോയാൽ കൂട്ടരെ പേടിക്കുന്നവരാൻ കുറച്ച് 4 ആളുകൾ വേറെ വരേണ്ടി വരില്ലേ? അതുകൊണ്ട് അത്തരം അബദ്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി അകപ്പെട്ടു പോയവര് ഈ സത്യപാതയിലേക്ക്, മഹാന്മാര് പോയ വഴിയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ പേച്ചുപോയ ആളുകൾ മുഴുവനും ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഖിബത്ത് നന്നാക്കി തീർക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, അള്ളാഹു ഖരീബാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നമ്മൾ വളരെ ദൂരെ കിടക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പിന്നെന്തിനാണ് വിളിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അല്ലാഹു ഖരീബാണോ, അള്ളാഹു അടുത്തുള്ളവനാണോ അകലെയുള്ളവനാണോ എന്നുള്ളതോ, അതല്ലെങ്കിൽ നാം ആരെ വിളിക്കുന്നു, നാം വിളിക്കുന്ന ശൈഖ് ദൂരെയുള്ളവരോ അകലെയുള്ളവരോ, ഇതല്ല വിഷയം. തവസ്സുലിനെ കുറിച്ചും ഇസ്തിഗാസയെ കുറിച്ചും നമ്മുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, തവസ്സുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതല്ലെങ്കിൽ ഇസ്തിഗാസ എന്ന പേരിൽ പറയപ്പെടുന്ന ഈ 2 സംഗതികളും തത്വത്തിലൊന്നാണ്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ആദരിച്ചൊരു വ്യക്തിയോട് നമുക്കും ബന്ധമുണ്ട്, അള്ളാഹു ആദരിച്ച വ്യക്തിയെ ഞാനും ആദരിക്കുന്നുണ്ട്, അള്ളാഹു ബഹുമാനിച്ച വ്യക്തിയെ ഞാനും ബഹുമാനിക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്റെ ചോദ്യത്തിൽ, തന്റെ ദുആയിൽ വരുത്തുക എന്നുള്ളതാണ് തവസ്സുൽ കൊണ്ടും ഇസ്തിഗാസ കൊണ്ടുമെല്ലാം ഉദ്ദേശിക്കുന്നത്. മുഹിദ്ദീൻ ഷെയ്ഖെ കാക്കണം എന്ന് പറഞ്ഞാലും, മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ബറക്കത്ത് കൊണ്ട് കാക്കണം എന്ന് പറഞ്ഞാലും, ഇത് ചോദ്യത്തിന്റെ ആ വ്യക്തമായ രൂപത്തിൽ രണ്ടും രണ്ടാണെങ്കിലും, രണ്ടുകൊണ്ടും ഒരു സുന്നി, ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത്
തന്റെ ചോദ്യം തീർച്ചയായും അള്ളാഹുവിനോടാണ്. തന്റെ കാര്യങ്ങൾ നിറവേറ്റിത്തരുന്നവൻ അള്ളാഹുവാണ്. ആത്യന്തികമായുള്ള സഹായം തീർച്ചയായും അള്ളാഹിന്റെ പക്കൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തന്റെ ദുആനെ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹു ആദരിച്ച വ്യക്തിയോട് തനിക്കുള്ള ആദരവ്, അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളോട് തനിക്കുള്ള ബഹുമാനം, തനിക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി, ആദരവ് പ്രകടിപ്പിക്കുവാൻ വേണ്ടി പല വാക്കുകളും പ്രയോഗിക്കും. അതിന് പക്ഷേ ബി ഹക്ക് ഷേഖ് എന്നോ ബി ബറക്കത്ത് ഷേഖ് എന്നോ ബി ജാഹി ഷേഖ് എന്നോ അതല്ലെങ്കിൽ യാ ഷേഖ് ഷെയ്ഖ് എന്നോ ആയിരിക്കാം. ഒരിക്കലും അല്ലാഹുവല്ലാത്ത ഒരാളോട് തന്റെ കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തന്റെ ഉദ്ദേശങ്ങളെ പടച്ചു തരുവാൻ വേണ്ടി മറ്റുള്ള ആളുകളെ സമീപിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സത്യവിശ്വാസി ചെയ്യുന്നില്ല. സത്യവിശ്വാസി ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കാനും പാടില്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളെയും നിങ്ങളെയും പടച്ചത് അല്ലാഹുവാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏത് വിഷയമാണെങ്കിലും അതിനെല്ലാം തന്നെ പടച്ചു തരുന്നത് അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹു തന്റെ കാര്യങ്ങളെ പടച്ചു തരുവാൻ ഒരു വസീലയായിക്കൊണ്ട്, ഒരു നിമിത്തമായിക്കൊണ്ട്, ഒരു മാധ്യമമായിക്കൊണ്ട് മറ്റുള്ളവരെ സ്വീകരിക്കുക. ഇങ്ങനെ മറ്റുള്ളവരെ സ്വീകരിക്കുമ്പോൾ അതിലൂടെ വിവിധ വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ് ബറക്കത്ത് ഷെയ്ഖ്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബറക്കത്ത് കൊണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹക്ക് കൊണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്നുള്ളതും ഇത് മഹാന്മാരാകുന്ന ഫുഖഹാ അവരുടെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഫാത്തിഹയിൽ പറഞ്ഞിട്ടില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് യാ ഷെയ്ഖ് എന്നൊക്കെ വിളിക്കാൻ പറ്റുക? ആണെങ്കിലും നബിയാണെങ്കിലും ഷഹീദാണെങ്കിലും സൂഫിയാണെങ്കിലും അള്ളാഹുവല്ലാത്ത മറ്റാരെങ്കിലും തന്റെ കാര്യങ്ങളെ പടച്ചു തരുക, ആത്യന്തികമായിക്കൊണ്ട് സഹായം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നില്ല, ഒരിക്കലും ഉണ്ടാകുന്നില്ല. മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നു, അതല്ലെങ്കിൽ ബദരീങ്ങളെ വിളിക്കുന്നു. ഇതിന്റെ ഇസ്ലാമികമായ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. ഒരിക്കലും തന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ വേണ്ടി, അവർ പടച്ചു തരുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടലല്ല. മറിച്ച് തന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരണം, തന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുവാനുള്ള ഒരു വഴിയായി കൊണ്ടാണ് ഈ രീതി ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. വ്യക്തമാക്കി പറഞ്ഞാൽ, അള്ളാഹു ആദരിക്കുന്ന വ്യക്തിയെ ഞാനും ആദരിക്കുന്നുണ്ട്, അള്ളാഹു ബഹുമാനിക്കുന്ന വ്യക്തിയെ ഞാനും ബഹുമാനിക്കുന്നുണ്ട്. നീ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം ഞാനും ചെയ്യുന്നു, നിന്റെ ആളുകളെ ഞാനും മാനിക്കുന്നു. അതുകൊണ്ട് എന്റെ കാര്യങ്ങളെ പൂർത്തീകരിച്ച് തരണേ എന്നുള്ളതാണ് ഒരു ശൈഖിനെ വിളിച്ചാലും ഒരു വലിയനെ വിളിച്ചാലും സത്യവിശ്വാസം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മരിച്ചു നിന്ന് ഒരു ഉദാഹരണം പഠിക്കും. എനിക്കെടുക്കുന്ന ദിക്റുകളും ചെറാത്തുകളും 3, 15, 40 നമ്മളങ്ങനെ ഒരുപാട് കഴിക്കാറുണ്ട്. അത് മരിച്ച ആൾക്ക് അതിനുകൊണ്ട് എന്ത് പ്രതിഫലമുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തുക, ഇതുകൊണ്ടെല്ലാം മരണപ്പെട്ടു പോയ ആളുകൾക്ക് പുണ്യം ലഭിക്കുമെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. ഷാഫികളാണെങ്കിലും ഹനഫി മദ്ഹബുകാരാണെങ്കിലും ഹംബലി മദ്ഹബുകാരാണെങ്കിലും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബുകാരാണെങ്കിലും 4 മദ്ഹബിലും മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലുക, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നുള്ളത്. മഹാന്മാരാകുന്ന പല താബിയങ്ങളിൽപ്പെട്ട പല ആളുകളും മരണപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ ഖബറിൽ അരികിൽ വെച്ചുകൊണ്ട് ഖത്മുകൾ ഓതിയിരുന്നു, ഖുർആൻ ഖത്ം തീർത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ ധാരാളമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ഒരിക്കൽ പറയുകയാണ്, പ്രവാചകരെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഉമ്മാനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും ധർമ്മങ്ങൾ നടത്തിയാൽ, സദഖകൾ ചെയ്താൽ തീർച്ചയായും മരണപ്പെട്ടു പോയ ഉമ്മാക്കത്തിന്റെ ഗുണം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ആ സഹാബ് കിണർ കുഴിച്ചു എന്നും, ഹാദാലി ഉമ്മി സഅദിൻ, ഇത് തീർച്ചയായും ഇത് ഉമ്മു സഅദ് എന്ന എൻ്റെ ഉമ്മാക്ക് വേണ്ടിയുള്ളതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്യുകയും ചെയ്തു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പിന്നെ അത് 3-നാകാൻ പറ്റുമോ, 7-നാകാൻ പറ്റുമോ, 14-നാകാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായും തീരെ പ്രസക്തമല്ലാത്തൊരു വിഷയമാണ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി എന്നും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. അത് 3-നാണെങ്കിലും 7-നാണെങ്കിലും 14-നാണെങ്കിലും ഏത് സന്ദർഭത്തിൽ ചെയ്താലും മരണപ്പെട്ടു പോയ ആളുകൾക്ക് പ്രത്യേകമായിക്കൊണ്ടതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മൗലിദ് ഓതുന്നതിന്റെ വിധി സുന്നത്താകുന്നു.
നബി മൗലിദ് ഓതിയിരുന്നോ എന്നുള്ളതിന് തെളിവുണ്ട്. കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, മഹാന്മാരാകുന്ന ആളുകളെ അനുസ്മരിക്കുക, അവരെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആനും പ്രവാചകരുടെ ഹദീസുകളും പരിശോധിച്ചാൽ ധാരാളമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരെയും അതുപോലെ തന്നെ മഹാന്മാരാകുന്ന സഹാബത്ത് പ്രവാചകരെയും അനുസ്മരിച്ചതായിക്കൊണ്ടും അവരുടെ മദ്ഹുകൾ പറഞ്ഞതായിക്കൊണ്ടും. അപ്പോൾ താത്വികമായിക്കൊണ്ട് മൗലിദ് എന്തുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, അടിസ്ഥാനപരമായി നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരാകുന്ന ആളുകളെ അനുസ്മരിക്കുക, അവരുടെ മദ്ഹ് പറയുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്, പ്രവാചകരും അംഗീകരിച്ച നിർദ്ദേശിച്ച കാര്യമാണ്. എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചതാണ്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച ഒരു വ്യക്തിക്ക് അന്ന് ജുമാ നിസ്കാരം നിർബന്ധമില്ല എന്നവർ പറയും. ഇത് ഇസ്ലാമിലുള്ള ഓഫറാണ്, ഇത് ഉപയോഗിക്കണം എന്നൊക്കെ പറയാം. ഇത്ര മാത്രം. തീർച്ചയായും മുജാഹിദുകളാകെ ഓഫറായിട്ടാണ് പോലും വന്നിട്ടുള്ളത്. കാരണം നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ അംഗീകരിച്ചു വരുന്ന പല കാര്യങ്ങളും അതൊക്കെ വേണ്ട 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 എന്നുള്ളതാണ് അവരുടെ ഓഫർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഓഫർ എന്ന നിലയ്ക്ക് മാത്രമേ നമുക്കതിനെക്കുറിച്ചും പറയേണ്ടതുള്ളൂ. വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ പെരുന്നാളും ഒന്നിച്ചു വന്നാൽ തീർച്ചയായും ഷാഫി ഇമാം വിശദീകരിക്കുന്നതനുസരിച്ച് വെള്ളിയാഴ്ചയുടെ ജുമാ നിസ്കാരം നിർബന്ധമാണ് സാധാരണത്തേതുപോലെ. അതുപോലെ തന്നെ പെരുന്നാൾ ജുമാ സുന്നത്തുമാണ്. എന്നാൽ മുസ്ലിം ലോകത്ത് ചില പണ്ഡിതന്മാർ, അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ തന്നെ വെള്ളിയാഴ്ച ദിവസവും പെരുന്നാളും ഒത്തുവന്നാൽ പെരുന്നാൾ ജുമാ മാത്രം മതി, വെള്ളിയാഴ്ചയിലെ ജുമാ വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കൾ സഹോദരന്മാർ ആ രൂപത്തിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്കവരോട് പറയാനുള്ളത്, അങ്ങനെ അഭിപ്രായപ്പെട്ട ഇമാമുമാരെ പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണോ അംഗീകരിച്ചുകൊണ്ടാണോ നിങ്ങൾ ആ വിഷയം പറയുന്നത് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ മാനിക്കും. അതല്ല, നിങ്ങൾ സ്വന്തം ഗവേഷണം ചെയ്തുകൊണ്ടാണോ സ്വന്തമായി കൊണ്ട് നിയമങ്ങൾ പറയുക എന്ന രീതിയിലാണോ നിങ്ങൾ പറയുന്നത്, നമ്മളത് സ്വീകരിക്കുകയുമില്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറയാം, മുസ്ലിം ലോകത്ത് ചില പണ്ഡിതന്മാർ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒത്തുവന്നാൽ 2 നിസ്കാരവും വേണ്ട, പെരുന്നാൾ നിസ്കാരം മാത്രം നിർവഹിച്ചാൽ മതി എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വീകരിക്കുന്നു എന്ന രീതിയിലാണെങ്കിൽ, ഏതെങ്കിലും മുജാഹിദുകൾ അങ്ങനെ പറയുന്നെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ അവരെ അംഗീകരിക്കാവുന്നതാണ്. ആ പണ്ഡിതന്മാരെ സ്വീകരിക്കുന്നു എന്ന രീതിയിലാണെങ്കിൽ, അല്ല സ്വന്തമായിക്കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നിയമങ്ങൾ പറഞ്ഞതുപോലെ, ഇമാം അബൂ ഹനീഫ നിയമങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളും നിയമങ്ങൾ പറയുന്നു എന്ന രീതിയിലാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ നിയമം ശരിയാണെങ്കിൽ പോലും ഇസ്ലാമിൽ നിങ്ങൾക്ക് നിയമം പറയാൻ അവകാശമില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ നിയമത്തെ നമ്മൾ അംഗീകരിക്കുകയില്ല എന്നായിരിക്കും നമ്മുടെ മറുപടി. നബി തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്കുണ്ടായ പ്രശ്നം? ആ സഹാബി പറഞ്ഞു, എന്നൊരു തേള് കുത്തിയതാണ്, അതിൻ്റെ വേദന കാരണത്തിൽ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന്. ഉടനെ നബി തങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു, ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. ആ ദിക്റിന്റെ ആരംഭം അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്നാണ്. മാത്രമല്ല വഹാബികളുടെ ആശയപരമായിക്കൊണ്ട് അവരുടെ വഴികാട്ടിയാകുന്ന വഹാബീസത്തിന്റെ ഉപജ്ഞാതാവാകുന്ന ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നുണ്ട്, വഖത്ത് തവാത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്തിആദതു ബിൽ അർവാഹ് ബി കലിമാത്തില്ലാഹി താമ്മാത്തി. നബി തങ്ങളെ തൊട്ട് മുതവാത്തിറായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്, നബി തങ്ങൾ കലിമാത്തുള്ളയോട് ഇസ്തിആദത്ത് നടത്തിയിരുന്നു, കാവലിനെ തേടിയിരുന്നു എന്നുള്ളത്. ഈ കലിമാത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി വിശദീകരിക്കുന്നു, ഈ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർവാഹു ത്വാഹിറയാണ്, അർവാഹുൽ മുഖദ്ദസത്താണ്, പരിശുദ്ധാത്മാക്കളാണ്. ഈ വിശദീകരണ പ്രകാരം പ്രവാചകരെ തൊട്ട് മുതവാത്തിറായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഉദ്ധരിക്കപ്പെടുന്നു എന്ന് ഇബ്നു തൈമിയ പോലും പറഞ്ഞ ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥം വെക്കുമ്പോൾ നബി തങ്ങൾ പരിശുദ്ധാത്മാക്കളോട് കാവലിനെ തേടിയിരുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രവാചകരുടെ പ്രവർത്തനത്തിലും പ്രവാചകർ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിലും ദിക്റിലുമെല്ലാം തന്നെ ഈ തവസ്സുലും ഇസ്തിഗാസയും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ തഫ്സീറുൽ കബീറിന്റെ 1-ാം ഭാഗത്തിൽ തന്നെ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ചെല്ലാറുള്ളവരാണ്, മമ്പുറത്ത് പോകാറുള്ളവരാണ്. പക്ഷേ ഈ വിഭാഗത്തെ സുന്നികളല്ലാത്തവർ ശിർക്ക് ചെയ്യുന്നവരാണ് അവർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവർ മുസ്ലിങ്ങളാണോ? ഇങ്ങനെ പറയുന്നവർ മുസ്ലിങ്ങളാണോ? മുജാഹിദുകാർ സുന്നികളല്ലാത്തവർ മുസ്ലിങ്ങളാണോ? അവരോട് സലാം ചെല്ലാൻ പാടുന്നത്. വഹാബികളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും
സുന്നികളെക്കുറിച്ച് അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിസ്ലാമികമായ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന കാരണത്താൽ ഭാരതത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും കുഫർ ചെയ്യുന്നവരാകുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആദ്യകാല പ്രബോധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തവസ്സുലും ഇസ്തിഗാസയും അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന കാരണത്താൽ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാകുന്നു കേരളത്തിലെ സുന്നികളെന്നും അബൂജഹലിനേക്കാൾ കടുത്ത കാഫിറുകളാകുന്നു എന്നുമെല്ലാം പല പ്രാവശ്യങ്ങളിലായിക്കൊണ്ട് സുന്നികളെക്കുറിച്ച് മുജാഹിദുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നാം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായിക്കൊണ്ട് മാനദണ്ഡങ്ങളും വ്യക്തമായ പ്രമാണങ്ങളും പരിഗണിക്കുന്നവരാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം മുജാഹിദുകളെക്കുറിച്ചോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ അവർ നമ്മെക്കുറിച്ച് പറയാറുള്ളത് പോലെ അവർ കാഫിറുകളാണെന്നോ മുശ്രിക്കുകളാണെന്നോ നാം പറയാറില്ല. മറിച്ച് ഇസ്ലാമികമായ പ്രമാണങ്ങളും നിയമങ്ങളും മനസ്സിലാക്കുന്ന വിഷയത്തിൽ വ്യക്തമായ അബദ്ധങ്ങൾ, പാളിച്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ബിദഅകളാകുന്നു, മുബത്തദികളാകുന്നു, പുത്തൻവാദികളാകുന്നു എന്നാണ് നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ അവരെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബിദഅത്തിന്റെ ആളുകളോട് സലാം പറയൽ സുന്നത്തില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. സുന്നി ആശയക്കാർ ഇതര ആശയക്കാർ ജമാഅത്ത് നിസ്കരിക്കുന്നതിനെ മുസ്ലിങ്ങളിൽപ്പെട്ട ഏതൊരു വ്യക്തിയോട് നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാകും. അങ്ങനെയാണ് നമ്മുടെ വിധി. പക്ഷേ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ മഹത്വം സുന്നികളല്ലാത്തവരെ തുറന്നുകൊണ്ട് നിസ്കരിച്ചാൽ ലഭിക്കുകയില്ല. ജമാഅത്തായിക്കൊണ്ട് നിസ്കരിച്ചാൽ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പോലെ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശുദ്ധത്തിൽ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ജമാഅത്തിന്റെ മഹത്വം, നിസ്കാരത്തിന്റെ ആ സവാബ്, പ്രതിഫലം, കൂലി ഒരിക്കലും ലഭിക്കുകയില്ല. നിസ്കരിക്കണം എന്നുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാകുമെങ്കിലും നിസ്കരിച്ചത് കൊണ്ടുള്ള നേട്ടം, ആ പ്രതിഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. ഈ സുന്നികള് ഇതര ആശയക്കാർ നമ്മൾ നിസ്കരിക്കുന്ന പ്രശ്നം പറഞ്ഞു. ഇതര ആശയക്കാർ സുന്നികൾ ഒഴികെയുള്ളവർ ഈ സുന്നികളെ തുടർന്ന് നിസ്കരിക്കുമ്പോഴുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. സുന്നികളല്ലാത്തവർ സുന്നികളെ തുടർന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് അവർ അഭിപ്രായം പറയണം. ഒരു നിലക്കും സുന്നികളുടെ ജമാഅത്തിന്, സുന്നികൾ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തിന് സുന്നികളല്ലാത്ത പ്രത്യേകിച്ച് മുജാഹിദുകൾക്ക് തുടർന്ന് നിസ്കരിക്കാൻ യാതൊരു അവകാശവുമില്ല. അവർ പലപ്പോഴും നമ്മുടെ പള്ളികളിൽ സുന്നി ജമാഅത്തുകൾ അവർ പങ്കെടുത്ത് നിസ്കരിക്കാറുണ്ട്. പക്ഷേ അവർ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ആദർശപ്രകാരം ഒരിക്കലും അതവർ ചെയ്യാൻ പാടില്ല. കാരണം ചില ഭാഗങ്ങൾ വായിക്കാം. മുജാഹിദുകളുടെ സൽസബീൽ മാസികയാണ്. സുന്നികളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാണ്. ഇവർ യഥാർത്ഥത്തിൽ തവസ്സുലും ഇസ്തിഗാസയും മൗലിദും നടത്തുന്ന സുന്നികളെക്കുറിച്ച് അവർ എഴുതുന്നു, ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ സൽസബീലിൻ്റെ മറ്റൊരു ഭാഗം, ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ, അതായത് തവസ്സുലും ഇസ്തിഗാസയും എല്ലാം അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിർ ഉണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാർ? അതുപോലെ തന്നെ സൽസബീലിന്റെ മറ്റൊരു ഭാഗം, ഈ രീതിയിൽ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിക്കുന്നവർ കാഫിർ അല്ലെങ്കിൽ പിന്നെ ലോകത്ത് മറ്റ് കാഫിറുണ്ടോ? ഇവർ അബൂജഹൽ ഹാജിയരെക്കാളും കടുത്ത കാഫിറുകളാകുന്നു. ഇതും സൽസബീലിൽ അവർ എഴുതിയിരിക്കുന്നു. സൽസബീലിന്റെ 1977 ആഗസ്റ്റ് മാസത്തിലെ സൽസബീലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ തവസ്സുലിനെ കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ വിശ്വസിക്കുന്ന മുശ്രിക്കന്മാർ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതും സൽസബീല് 1975 സൽസബീല്. അതുപോലെ തന്നെ അൽമനാർ മാസിക, മുജാഹിദുകളുടെ ഔദ്യോഗിക മാസികയാകുന്ന അൽമനാറിൽ അവർ എഴുതുന്നു, ഇങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവർ തീർച്ചയായും ശിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കുമാകുന്നു. മാത്രമല്ല അവരെ കൊല്ലൽ നിർബന്ധവുമാണ്. ഞാനിത് വായിക്കുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അവർ എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. മുജാഹിദുകളുടെ ഔദ്യോഗിക പത്രമാകുന്ന അൽമനാറിൽ എഴുതുന്നു, ഇങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവർ, തവസ്സുലിനെ കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചും ഇങ്ങനെയെല്ലാം വിശ്വസിക്കുന്നവർ അവർ ശിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കുകളുമാകുന്നു, അവരെ കൊല്ലൽ നിർബന്ധവുമാകുന്നു. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കാം. ഈ രൂപത്തിൽ സുന്നികളെക്കുറിച്ച് ശിർക്ക് ചെയ്യുന്നവരാണെന്നും മുശ്രിക്കുകളാണെന്നും അവർ ധാരാളം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ അവർ എഴുതുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള, എല്ലാ നാട്ടിലുമുള്ള വഹാബികൾ സുന്നികളുടെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കാറുണ്ട്. അവർ നമ്മോട് സലാം പറയാറുണ്ട്. നാം അവർക്ക് സലാം പറയാത്തതിനെ കുറിച്ച് പലപ്പോഴും അവർ പരാതി പറയാറുമുണ്ട്.
ഇത് അവരുടെ ആശയപരമായ ഒരു പാപ്പരത്വമാണ്, ഒരു വൈരുദ്ധ്യമായിക്കൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. യഥാർത്ഥത്തിൽ വഹാബികൾ എഴുതിയതുപോലെ പ്രചരിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സുന്നികളുമായി കൊണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, സുന്നികൾ അറച്ചത് ഭക്ഷിക്കാൻ പാടില്ല, സുന്നികളുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം സുന്നികളെ കുറിച്ച് അബൂജഹലിനേക്കാൾ കടുത്ത കാഫറുകളാണ്. ലോകത്ത് ഇവർ കാഫർ അല്ലെങ്കിൽ മറ്റ് കാഫറുകളില്ല എന്നൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് എഴുതിയവരാണ് അവർ. എന്നാൽ നാം അവരെക്കുറിച്ച് ആ രൂപത്തിലൊന്നും പറയുന്നില്ല. അവർക്ക് വിശ്വാസപരമായും കർമ്മപരമായും അബദ്ധങ്ങൾ സംഭവിച്ചതുകൊണ്ട് അവർ വിദേഹത്തിന്റെ ആളുകളാണ്, പുത്തനാശയക്കാരാകുന്നു എന്ന് മാത്രമേ നാം അവരെക്കുറിച്ച് പറയുന്നുള്ളൂ. പുത്തൻ പ്രസ്ഥാനക്കാരും സുന്നികളും തമ്മിൽ ഇപ്പോഴും ഇതിനു മുമ്പും ഫർദ് നിസ്കാരങ്ങളുടെ ശേഷം കൂട്ടപ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്ക വിഷയമാണ്. ഇവിടെയുള്ള കുറേ ജമാഅത്തും മുജാഹിദും പറയുന്നത് ഫർദ് നിസ്കാരങ്ങളുടെ ശേഷം റസൂലും സഹാബത്തും കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല എന്നും സുന്നികളായ നമ്മൾ പറയുന്നത് കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്നുമാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കും. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ സുന്നികളും അല്ലാത്തവരും തമ്മിൽ തർക്കിക്കേണ്ടതില്ല. കാരണം മുജാഹിദ് പണ്ഡിതൻ MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഒരു പുസ്തകമാണിത്. ഗൾഫ് സലഫീസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 22ാമത്തെ പേജിൽ എഴുതുന്നു, നാം സാധാരണ നിസ്കാര ശേഷമുള്ള ദിക്റും ദുആയുമാണ് ഉറക്കെ ചെല്ലാറുള്ളത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നത് ആഗോള സലഫികളുടെ നിലപാടായിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നത് 22ാമത്തെ പേജിൽ എഴുതുന്നത് നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദിക്റുകളും ഉറക്കെ നിർവഹിക്കണമെന്നാണ്. നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്റുകളും ഉറക്കെ നിർവഹിക്കണമെന്നാണ് മുജാഹിദ് പണ്ഡിതനാകുന്ന MI മുഹമ്മദ് അലി സുല്ലമി ആഗോള സലഫികളുടെ ആശയമായിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടായിക്കൊണ്ട് ഗൾഫ് സലഫീസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിന്റെ 22ാമത്തെ പേജിൽ എഴുതുന്നത്. അതുകൊണ്ട് മുസ്ലിം ലോകത്ത് തർക്കമുള്ളൊരു വിഷയമല്ല. ആഗോള സലഫികൾ തന്നെ ഈ വിഷയം നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്റുകളും ഉറക്കെ നിർവഹിക്കേണ്ടവരാകുന്നു എന്ന പക്ഷക്കാരാകുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ പേരിൽ ഇനിയും നാമും അവരും തമ്മിൽ തർക്കിക്കേണ്ടതില്ല. തത്വത്തിൽ അവരും നമ്മുടെ ആശയം അംഗീകരിച്ചതുകൊണ്ട് തെറ്റല്ലേ അതൊന്ന് പറഞ്ഞാലോ? വളരെ വസ്തുനിഷ്ഠമായിക്കൊണ്ട് നിഷ്പക്ഷമായിക്കൊണ്ട് ചിന്തിക്കേണ്ടുന്ന ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും സുന്നികളല്ലാത്ത വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും സുന്നികളിൽപ്പെട്ട പാവങ്ങളെ വസ്വാസാക്കുന്ന ഒരു വിഷയമാണത്. ദുആ ഉറക്കെ ചെയ്യുമ്പോൾ, ഉറക്കെ ദിക്റുകൾ നടത്തുമ്പോൾ മസ്ബൂക്കിങ്ങളാകുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഒഴിവാക്കലല്ലേ വേണ്ടത്. ഇവിടെ വസ്തുനിഷ്ഠമായിക്കൊണ്ട് വളരെ നിഷ്പക്ഷമായിക്കൊണ്ട് നാം ആലോചിക്കുക. ഈ ന്യായം പറഞ്ഞുകൊണ്ട് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന വേണ്ട എന്നാണോ പറയുന്നത്, അതല്ല അവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ചെയ്യണ്ട എന്നാണോ പറയുന്നത്? ഞാൻ പറയുന്ന വിഷയം മനസ്സിലാക്കണം. മഅ്മൂമീങ്ങൾക്ക് പ്രയാസമുണ്ടാകും എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ജമാഅത്ത് നിസ്കാരങ്ങളിൽ അതുപോലെ തന്നെ നിസ്കാര ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി വേണ്ട എന്നാണോ അവർ പറയുന്നത്, അതല്ല അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത് എന്നാണോ പറയുന്നത്? അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന മഅ്മൂമീങ്ങൾക്ക് മസ്ബൂക്കീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത് എന്നാണ് പറയുന്നതെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം അത് പരാമർശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ന്യായം പറഞ്ഞുകൊണ്ട് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് സ്വീകാര്യമല്ല. മനസ്സിലായോ? മറ്റൊരു കാര്യം കൂടി, നാം ഒക്കെ പലപ്പോഴും പല ജമാഅത്തിലും മസ്ബൂക്കായിക്കൊണ്ട് നിസ്കരിക്കാറുള്ളവരാണല്ലോ. ഏതെങ്കിലും ഒരു ഇമാമിന്റെ ദുആ കേട്ടുകൊണ്ട് ആ കാരണത്താൽ എപ്പോഴെങ്കിലും നമ്മുടെ നിസ്കാരത്തിലെ ശ്രദ്ധ മാറിയതായിക്കൊണ്ട് നമുക്ക് അനുഭവമുണ്ടോ? ഇത് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതൊരു വിഷയമാണ്. ആലോചിക്കണം. നാമൊക്കെ പലപ്പോഴും ജമാഅത്തുകളിൽ മസ്ബൂക്കായിക്കൊണ്ട് നിസ്കരിക്കാറുള്ളവരാണ്. ഏതെങ്കിലും ഒരു ഇമാമിന്റെ ദുആ കേട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ആ കാരണം കൊണ്ട് നമുക്ക് നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ റോഡ് സൈഡിൽ പണിയെടുക്കാൻ പറ്റുമോ? റോഡ് സൈഡിൽ ജമാഅത്ത് നടത്താൻ പറ്റുമോ? നാം ആലോചിക്കണം. അപ്പൊ എന്തെങ്കിലും ഉടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിലനിൽക്കുന്ന സുന്നത്തുകളെ കെടുത്തിക്കളയുക എന്നുള്ളതാണ് ഈ വഹാബികളുടെ അജണ്ട. വഹാബികളുടെ അജണ്ട അതാണ്. അതിനുവേണ്ടി അവരെന്തെങ്കിലും ന്യായങ്ങൾ, എന്തെങ്കിലും തട്ടുത്തരങ്ങൾ, എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറയുന്നു എന്ന് മാത്രം അത് നാം വ്യക്തമായി തിരിച്ചറിയണം. ഇവിടെ സാധാരണയായി മുജാഹിദുകാരൻ മരണപ്പെടുമ്പോൾ അവിടെയുള്ള ഖത്തീബോ അല്ലെങ്കിൽ അവിടെയുള്ള ഉസ്താദോ മുജാഹിദുകാരൻ്റെ പേരിലുമായി അല്ലെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്നു. ഇതിൻ്റെ വിധി എന്താണ് ശരി?
വിദേഹത്തിന്റെ ആളുകളോട് സലാം പറയലും അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കലും രണ്ടും കർമ്മപരമായ വിഷയമാണെങ്കിൽ രണ്ടിനും രണ്ട് നിയമങ്ങളാണുള്ളത്. നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഫാസിഖിന് എപ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളോട് സലാം പറയാൻ പാടില്ല, അവരോട് സലാം പറയാൻ കറാഹത്താകുന്നു എന്ന്. അതുപോലെ തന്നെ ഫാസിഖ്യങ്ങളായ ആളുകളെ തുടർന്ന് നിസ്കരിക്കൽ അത് കറാഹത്താകുന്നു, നിസ്കാരത്തിന്റെ സവാബ് പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യമാകുന്നു. ഫാസിഖിനെയും മുബ്തദിഇനെയും സലാം പറയുന്ന വിഷയത്തിലും തുടർന്ന് നിസ്കരിക്കുന്ന വിഷയത്തിലും ഒരേ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ മുബ്തദിആയ ആളാണെങ്കിലും ഫാസിഖായ ആളാണെങ്കിലും മരണപ്പെട്ടാൽ മയ്യിത്ത് നിസ്കരിക്കൽ, ഒരു മുസ്ലിം ആണെങ്കിൽ അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കൽ ഫർള് കിഫായയാകുന്നു എന്നുള്ളതാണ് കർമ്മശാസ്ത്ര നിയമം. അതുകൊണ്ട് രണ്ടും ഒരേ രൂപത്തിൽ മനസ്സിലാക്കുവാൻ പറ്റുകയില്ല. അവർ നമ്മെക്കുറിച്ച് മുശ്രിക്കുകളാണ്, മുബ്തദിഅകളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ അവരെന്ത് പറയുന്നു എന്നതിൻ്റെ മാനദണ്ഡത്തിലല്ല, തീർച്ചയായും ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അതുപോലെ തന്നെ മറ്റ് കർമ്മശാസ്ത്ര നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചതനുസരിച്ച് അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കൽ നിർബന്ധമാകുന്നു. അതടിസ്ഥാനത്തിലാണ് നാം ആ വിഷയത്തെ സമീപിക്കുന്നത്. സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഈ 4 അടിസ്ഥാനത്തിലാണ് ഒരു പൂർണ്ണ മുസ്ലിം ആകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും മുജാഹിദുകാരൻ ചെയ്യുന്നത് ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ പ്രവാചകന്റെ സലാത്തുകളെ തീർച്ചയായും തള്ളിപ്പറയുന്നുണ്ട്. അതിവിടെ വ്യക്തമാണ്. പ്രവാചകന്റെ സലാത്ത് തള്ളിപ്പറയുന്നവൻ എങ്ങനെയാണ് മുസ്ലിം ആകുന്നത്? കാരണങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടാൽ പോലും വ്യക്തമായി മനസ്സിലാക്കണം. ശിർക്കിന്റെ, കുഫ്രിന്റെ, റിദ്ദത്തിന്റെ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടാൽ പോലും ഇന്നാലിന്ന മനുഷ്യൻ കാഫിറാണെന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. നാം അവരെക്കുറിച്ച് കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറയുന്നില്ല. ഇതാണ് നമ്മുടെ രീതി. എന്ന് പറഞ്ഞാൽ ഒരാൾ കാഫിറാണെന്ന് പറയുക, മുശ്രിക്കാണെന്ന് പറയുക എന്നുള്ളത് അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. അത്രത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, മഹാന്മാരാകുന്ന ഉലമാക്കൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയുക എന്നുള്ളത്. ആ രീതി സ്വീകരിച്ചുകൊണ്ടാണ് നാം അവരെക്കുറിച്ച് അങ്ങനെ പറയാത്തത്. മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ വിശ്വാസപരമായി അവൻ മുസ്ലിം ആയതുകൊണ്ട് അവൻ്റെ മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കാമെന്ന് ഉസ്താദ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു മുജാഹിദുകാരൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അതുപോലെ വലത്തെ കയ്യിൽ ഭൂമിയും ഇടത്തെ കയ്യിൽ ആകാശവും ആണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് അവൻ്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ട ആളുകൾ അയാൾ കാഫിറാകുന്നു, അമുസ്ലിമാകുന്നു എന്ന് വിധി പറയാത്തിടത്തോളം കാലം അയാളെ മുസ്ലിമായിക്കൊണ്ട് പരിഗണിക്കുകയും ഒരു മുസ്ലിമായ മനുഷ്യനോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും ആ മനുഷ്യന് ചെയ്യുകയും ചെയ്യും. ആ രീതിയാണ് നമ്മുടെ നാടുകളിലുള്ള മുജാഹിദുകളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും നാം അനുവർത്തിച്ചു വരുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് അർഹതപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയാൾ കാഫിറാകുന്നു, അമുസ്ലിമാകുന്നു എന്ന് വിധി പറയാത്തിടത്തോളം കാലം അങ്ങനെയുള്ള ആളുകളെ മുസ്ലിമായിക്കൊണ്ട് നാം കണക്കാക്കുകയും ഒരു മുസ്ലിമിനോട് പെരുമാറുന്ന രീതിയിൽ മുസ്ലിം എന്ന നിലയ്ക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും ആ മനുഷ്യനോട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇത്തരം ആളുകളെക്കുറിച്ച് മുബ്തദിഅകളാകുന്നു എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തർക്കമില്ലാത്ത രീതിയിൽ അഭിപ്രായപ്പെട്ടതുകൊണ്ട് ഇവർ മുസ്ലിങ്ങളാണെങ്കിലും മുബ്തദിഇനോട് പെരുമാറുന്ന രീതിയിൽ മാത്രമേ നാം പെരുമാറുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി മാ ബഅദ്. ബഹുമാന്യരായ അധ്യക്ഷൻ, കോളേജ് പ്രിൻസിപ്പളുമായ സമദ് ഫൈസി ഉസ്താദ് അവറുകളെ, മറ്റു യുവ പണ്ഡിതന്മാരെ, ഇവിടെ ഇനിയൊരു സമാപന പ്രഭാഷണം നടത്തേണ്ടതില്ല. 1-2 കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അവർ പറഞ്ഞതുകൊണ്ട് അത് മാത്രം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ മുസ്ലിക്കുകളാക്കിക്കൊണ്ട്, കേരളത്തിലുള്ള എന്നല്ല ലോകത്തിലുള്ള 95% മുസ്ലിക്കുകളെയും മുസ്ലിക്കുകളാക്കിക്കൊണ്ട് അവർ ഇവിടെ കൊട്ടിഘോഷിക്കുകയും അത്തരം പ്രഭാഷണങ്ങൾ നടത്തുകയും നാടുനീള പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനക്കാർക്ക് ഇത്തരം ഒരു അവസരം നൽകിയിട്ട് ഒരാൾക്ക് പോലും, ഒരു മുജാഹിദ് പ്രവർത്തകന് പോലും ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ ഇന്നാലുള്ള ഒരു സംശയം ചോദിച്ചുകൊണ്ട് ഇന്നാലുള്ള വിഷയത്തിൽ നിങ്ങൾ മുസ്ലിക്കുകളായിരുന്ന ഒരു സംശയം പോലും ഈ താനൂർ ഭാഗത്തുള്ള മുസ്ലിങ്ങൾക്ക്, മുജാഹിദ് പ്രവർത്തകന്മാർക്ക് ഇല്ല എന്ന് നമുക്ക് ഈ മുഖാമുഖം കൊണ്ട് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
കാര്യം പറയുവാനുള്ളത്, ഇനി നിങ്ങൾ ഇവിടെ മൈക്ക് കെട്ടിക്കൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ മുസ്ലിക്കുകളാണ് എന്ന് പറഞ്ഞ് നടക്കരുത്. അങ്ങനെ ധൈര്യമുള്ളവരാണെങ്കിൽ, ആണത്വമുണ്ടെങ്കിൽ, പണ്ഡിതബോധമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ മൈക്ക് കെട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് പരസ്യമായി ചോദിക്കാനുള്ള ഒരവസരം ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ നൽകണം. അതല്ലാതെ സംശയം ചോദിക്കാൻ വരാതെ ഇത്ര സമയങ്ങൾ സുന്നികൾ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ട് ഒരൊറ്റ സംശയം പോലും ചോദിക്കാൻ ഒരു മുജാഹിദ് പ്രവർത്തകന് ധൈര്യമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംശയം ചോദിച്ച് നിങ്ങളെ ഉത്തരം മുട്ടിക്കുവാനും നിങ്ങളുടെ പാപത്തെ സമൂഹത്തിന് കാണിക്കുവാനും തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അതല്ലാതെ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് ഇതൊക്കെ സിർക്കാണ്, ഇതൊക്കെ കുഫ്റാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ വ്യക്തമായി ഞങ്ങൾക്ക് മുന്നിൽ ഇതിന്റെ തെളിവ് അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് എങ്ങനെയാണ് മനസ്സിലാവുക? ഇവിടെ എല്ലാവരും മുസ്ലിക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ അവരെ തുറന്ന് നിസ്കരിക്കുന്നു, നിങ്ങൾ അവർ അറുത്തത് ഭക്ഷിക്കുന്നു, നിങ്ങൾ അവരുടെ മക്കളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നു. പിന്നെ എന്ത് മുസ്ലിക്കാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണോ? അതുകൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് സാധ്യമാണോ? ഇത് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, മുഅ്മിനീങ്ങളുടെ നാടുനീളെയുള്ള ഇരിക്കുന്ന കാലങ്ങളോളമായുള്ള പാരമ്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വഹാബത്ത് മുതൽക്ക് താബീങ്ങൾ മുതൽക്ക് ഇത്രയും കാലമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങൾ, അതാണ് മുഅ്മിനീങ്ങളുടെ സബീൽ, മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറയുന്നത്. അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് അവർ അവരെ വഴിക്ക് നാം ഒഴിച്ചുകൊണ്ടാണ്, അവൻ നാം നരകത്തിലേക്ക് ചെറുക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് മുജാഹിദുകളെ, ഇവിടെയുള്ള മുഅ്മിനീകളെ കാഫിറാക്കി നാടിൽ ഇത്രകാലം നടന്നു വരുന്ന മുഅ്മിനീങ്ങളുടെ സബീലിനെതിരെ പ്രവർത്തിച്ചാൽ, ആ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ, അല്ലാഹു ഖുർആനിൽ പറയുന്നത് അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അവൻ എത്തിപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ സ്ഥലമാണ്. അതുകൊണ്ട് മുഅ്മിനീകളെ, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇവിടെ നിലനിന്നു വരുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക. അതല്ലാതെ ഈ ഇവരി പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ സ്ഥാപിക്കുവാനോ അവർ നേരിട്ട് ഇതിന് ചർച്ചക്കോ ഒന്നും ചെയ്യാനില്ല. പിന്നെ എവിടെ നിന്നോ റോട്ട് വന്നൊക്കെ ആരോ സംസാരിച്ചു എന്ന് പറഞ്ഞു, നിങ്ങൾ സംവാദത്തിന് ചെയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് പറയുന്നു. ആനത്തമുള്ളമുണ്ടെങ്കിൽ പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പരസ്യമായി ഈ സമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് എവിടെ വെച്ചും സംവാദം നടത്താൻ SKSF തയ്യാറാണ് എന്ന്. പക്ഷേ അത് റോട്ട് വെക്കൽ എന്ന് പറഞ്ഞാൽ പോരാ, അത് നിങ്ങളുടെ ഔദ്യോഗികമായ രേഖയിൽ നിങ്ങളുടെ ലെറ്റർ ഹെഡിൽ എഴുതി തന്നുകൊണ്ട് പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ട് എന്ന് എഴുതി തന്നാൽ തീർച്ചയായും നിങ്ങളുടെ ഏത് നേതാവായി സംവാദം നടത്താൻ ഇവിടെയുള്ള യുവ പണ്ഡിതന്മാർ തന്നെ തയ്യാറാണ്. ഞങ്ങൾ നന്ദിയിൽ വെച്ചുകൊണ്ട് ഇവർ വെല്ലുവിളിച്ചു, ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സമസ്തന്റെ സെക്രട്ടറിയെ കൊണ്ടുവരണം. ഇവിടെ നടക്കുന്ന ഈ അബ്ദുൽ ഉമ്മ പഠിച്ച ഇവരോട് സംവാദം നടത്താൻ സമസ്തന്റെ സെക്രട്ടറിയെ കൊണ്ടുവരണം, ചെറുസ്ഥാനെ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? സത്യമെന്താണ് അസത്യമെന്താണ് എന്ന് തെളിയിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നേരിട്ട് വന്നാൽ, നേരിട്ട് പരസ്യമായി ഈ താനൂരങ്ങാടിയിൽ വെച്ച്, വായിക്കത്തുറങ്ങാടിയിൽ വെച്ച് നിങ്ങളുമായി സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇനി ഇവയെ വെച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിക്കണം. യഥാർത്ഥമായ ദീനിന്റെ മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിങ്ങളെ നരകത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഏർപ്പാട് അത് നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നരകത്തിലേക്ക് എത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുവാനുള്ളത്? നിങ്ങൾക്ക് സാമ്പത്തികമായ ലാഭത്തിന് എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്, അതുപോലെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്താനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നേതാവാകണമെങ്കിൽ അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിക്കൊള്ളൂ. പക്ഷേ സമൂഹത്തെ നരകത്തിലേക്ക് വഹിക്കുന്ന ഈ ഏർപ്പാട് അത് നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ തീർച്ചയായും ഈ നരകത്തിൽ പോകുന്ന സമൂഹത്തിന്റെ മുഴുവൻ അടിത്തട്ടിൽ നിങ്ങളും കടക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഓർക്കുക. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ ഹായിമാകാൻ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തയ്യാറാവുക. അവരുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് അതിനുമേൽ നടക്കരുത്. എങ്ങനെയാണ് നിങ്ങൾക്ക് നാടന്മാരായ ആളുകൾക്ക്, ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം, അത് കഴിഞ്ഞ് ഇവിടെ പരിപാടി അവസാനിക്കുകയാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. തബസ്സുൽ സിർക്കാണെങ്കിൽ, ഇസ്തിഗാസ സിർക്കാണെങ്കിൽ, മൗലിദ് സിർക്കാണെങ്കിൽ, റാത്തീബ് സിർക്കാണെങ്കിൽ ഈ കേരള സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പണ്ഡിതന്മാർക്ക് എന്താണ് തവസ്സുലിന്റെ തെളിവ് എന്ന് പഠിപ്പിച്ച, എന്താണ് ഇസ്തിഗാസക്ക് തെളിവ് എന്ന് പഠിപ്പിച്ച, എങ്ങനെയാണ് മൗലിദോദന്റെ പഠിപ്പിച്ച, മൗലിദുകൾ രചിച്ചു തന്ന ഞങ്ങൾക്ക് ഈ മഹാനായ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ മൗലിദ് രചിച്ചു തന്ന
അതുപോലെ തന്നെ ഇടിയങ്ങലുള്ള മഹാനവറുടെ മൗലിദ് രചിച്ചു തന്ന, അതുപോലെ ഒരുപാട് മൗലിദുകൾ രചിച്ചു തന്ന, അത് ഞങ്ങൾ ഓതാൻ പഠിപ്പിച്ച, അതിന് തെളിവ് പഠിപ്പിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഇവരുടെ ഭാഷയിൽ ഏറ്റവും വലിയ മുശ്രിക്ക് ഒരു വട്ടം യാ ഗൗസ് യാ വഹിയത്തീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ 4 പ്രാവശ്യം മുശ്രിക്കാവുമെങ്കിൽ കോടാനകോടി മുശ്രിക്കാകേണ്ട വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെയാണ് ഇവിടെ നിന്ന് മരിച്ചു പോയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മുശ്രിക്കിന് അങ്ങനെ മരിക്കാൻ സാധ്യമാണോ? മുശ്രിക്കാണെങ്കിൽ അദ്ദേഹം നരകത്തിലേക്കല്ലേ? എല്ലാ മുശ്രിക്കും നരകത്തിലാണെന്ന് സുന്നികൾക്കും മുസ്ലിം മുജാഹിദുകൾക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പഠിപ്പിച്ചു എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൗലിദ് പഠിപ്പിച്ചു തന്ന നേതാവ് വആഖിറു അൽഫാദിൽ അദാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ലുഹറല്ലതി ലം തുആഖബി. ബാങ്കിന്റെ ജവാബ് നൽകി അവസാനത്തെ ബാങ്കിന്റെ ഇജാബത്ത് നൽകിക്കൊണ്ട് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജവാബ് നൽകിക്കൊണ്ട് അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിലേക്കാണ് മുജാഹിദുകളെ പറന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ശിർക്കാണെങ്കിൽ എങ്ങനെ അദ്ദേഹം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക? അദ്ദേഹം മാത്രമല്ല സമസ്തയുടെ നേതാക്കളെല്ലാം അങ്ങനെയാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ഇവർ ആയത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ സത്യദീനിൽ ഉറച്ചു നിൽക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഘടകങ്ങളിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിന്റെ സിറിനെ തൊട്ട് നമ്മുടെ നാടിനെല്ലാം കാത്തു രക്ഷിക്കുവാനാവട്ടെ. ഈ ബിദ്അത്ത് പ്രസ്ഥാനക്കാർ ഇവർ നടത്തുന്ന കുപ്രചരണങ്ങളിൽ നിന്ന് നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു രക്ഷിക്കുവാനാവട്ടെ. അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകുവാനാവട്ടെ. അവർക്ക് ഹിദായത്ത് നൽകാൻ അല്ലാഹു ചിലപ്പോൾ ഉദ്ദേശിച്ചില്ല എന്ന് വരാം. അല്ലാഹു അങ്ങനെ ചില വിഭാഗങ്ങളെ പറ്റി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. അവരുടെ ഹൃദയത്തിൽ രോഗം അധികരിച്ചു കൊണ്ടിരിക്കും. അവരോട് നന്നാകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് നമ്മൾ ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ലാ തുഫ്സിദൂ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് അവരോട് നിങ്ങൾ പറഞ്ഞാൽ ലാ തുഫ്സിദൂ ഫിൽ അർദി ആലു അവർ പറയുന്നതാണ് ഇന്നാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഈ ഫസാദിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷെ അവർ അറിയുന്നില്ല അവർ ഈ ഫസാദിന്റെ ആളുകളാണ് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാഹി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ നരകത്തിലേക്ക് നയിക്കുന്ന ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ലാഹു നമ്മെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിലയിരുത്തുകയും സംശയമുണ്ടെങ്കിൽ ഇവിടെ കോളേജ് ഉണ്ട്, ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംശയങ്ങളൊക്കെ തീർക്കാം. അങ്ങനെ ചിലർക്ക് വ്യക്തമായില്ല എന്ന് പറയും. വ്യക്തമാകാത്ത വല്ലതുമുണ്ടെങ്കിൽ ചോദിച്ചതൊക്കെ ശുദ്ധിയാണല്ലോ. ഇവിടുത്തെ ഉസ്താദുമാരെ ബന്ധപ്പെട്ടാൽ വ്യക്തമായി മണിക്കൂറുകൾ നിങ്ങൾക്ക് അതിന്റെ മറുപടികളൊക്കെ പറഞ്ഞു തരും. അതിനുള്ള പണ്ഡിതന്മാർ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.